നമ്മൾ കോളനി എന്ന് പേര് മാറ്റി ഉന്നതി എന്നാക്കിയാലും ഉന്നതി കോളനിയൊക്കെ ഒന്ന് തന്നെയാണ്, പേര് ഉന്നതി എന്നാണ്. അതിലൊരു കാര്യമില്ല. ഇപ്പോഴും നമുക്ക് ദളിതരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ലൈഫ് തരാന്നാണ്. അത് ലൈഫ്ലെസ് ലൈഫാണ്. എവിടെയെങ്കിലും ഒരു കോളനിയിൽ വീണ്ടും ഇവരെ കൊണ്ട് കെട്ടി ഇടാനുണ്ട്. ഏത് മേഖലയിലാണ് 10% വരുന്ന ദളിതരും 2-2.5% വരുന്ന ആദിവാസികളും കേരളത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളത്? 4.25% പോലും ഇല്ലാത്ത നമ്പൂതിരിമാർക്ക് ഇവിടെ കോളേജുണ്ട്, സ്കൂളുണ്ട്, ആശുപത്രി ഉണ്ട്, മറ്റേ വലിയ സ്ഥാപനങ്ങൾ. വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരെ കൈവെട്ടും. ഒരു ദളിത് സ്കോളർ കേരളത്തിൽ ഇതൊരു വൈസ് ചാൻസലറായി. സ്വയം എന്തോ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണെന്നുള്ള അവരുടെ തന്നെ തെറ്റിദ്ധാരണയാണോ? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും വയലില്ല. കൊയ്യുന്നതിൽ വയലില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ കൊയ്യാൻ ആളില്ലാതെ വന്നു. അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. രോഹിത് വെമുല പ്രകാശ് കാരാട്ടിനോട് ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങളുടെ PBയിൽ ഇതുവരെ ഒരു ദളിതർ വന്നില്ല? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? സവർണർ പ്രിവിലേജ് കിട്ടുന്നത് സംവരണത്തിന് ഇനി കേരള അതുകൂടി വന്ന തമാശയുണ്ട്. സവർണ സംവരണം നടപ്പാക്കിയ ഏക സംസ്ഥാനം കേരള. ഇപ്പൊ കഴിഞ്ഞ 10 മന്ത്രിമാരുണ്ടായി, ഞാൻ പറഞ്ഞില്ലേ നായന്മാരെ. ഒരു SC മന്ത്രി ഇല്ല ഇപ്പോ കേരളത്തിൽ. പൊതുമണ്ഡലങ്ങളിൽ SC കാർ മത്സരിച്ച് എന്താ കുഴപ്പം? അതുകൊണ്ട് സംവരണം എന്ന് പറയുന്നത് റൈറ്റാണ്. അത് ആരുടെ ഔദാര്യമല്ല. ഞങ്ങൾ ജാതി നോക്കില്ല എന്നുകൊണ്ട് കാര്യം, ജാതി നോക്കണം. പക്ഷേ ജാതി ഇവിടെ ഉണ്ട്. അതാണ് ചതി. ഇത് ഞങ്ങൾ ജാതിക്കൊക്കെ അപ്പുറത്തല്ല നിങ്ങൾ. കേരളത്തിൽ ജാതീയത വൻതോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ ഏതൊരു പരിസരത്ത് നോക്കിയാലും വർഗീയതയാണ്. പരസ്പരം സമൂഹങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പടവെട്ടുന്നു. എൻ്റെ മതമാണ് നല്ലത്, എൻ്റെ ജാതിയാണ് മികച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വർഗീയതയുടെയും ജാതീയതയുടെയും ഒരു കൂമ്പാരമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കൂമ്പാരമായി എന്ന് പറഞ്ഞാലും അല്ലെങ്കിലും ജാതീയത വളരെ വ്യക്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. നമ്മൾ നവോത്ഥാനത്തിൻ്റെ മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി, അങ്ങനെ പല പേരും പറഞ്ഞു. അവർ പോലും ഇന്ന് ഒരു സമുദായങ്ങളുടെ മാത്രമായി. അതാണ് പ്രശ്നം. അവരൊക്കെ ഇപ്പം സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകൾ സാഹോദര്യത്തിന് വേണ്ടി, പരസ്പര തുല്യതയ്ക്ക് വേണ്ടി, അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തെ മുമ്പോട്ട് കൊണ്ടുപോയൊരു കാലമാണ്. ആ കാലത്തിൽ നിന്ന് അതിന്റെ ഓർമ്മയിൽ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത് കേരളമാണ്, കേരളം നമ്പർ 1 ആണ്, കേരളം മതേതരമാണ് എന്നൊക്കെ, ജാതിയില്ല, നമുക്ക് ജാതിയില്ല, നമുക്ക് മതമില്ല എന്നൊക്കെ പറയുന്ന കാപട്യത്തിന്റെ കേന്ദ്രമായി കേരളം. ഏറ്റവും ഒടുവിലത്തെ ഇഷ്യൂ ആണ് നിതിൻ രാജിന്റെ വിഷയം വരുമ്പോൾ നിതിൻ രാജ് ഒറ്റപ്പെട്ട വിഷയമല്ല. അത് നിതിൻ രാജുണ്ട്, കെവിൻ ഉണ്ട്, വാളയാറ്, വണ്ടിപ്പെരിയാർ, മധു, അങ്ങനെ നിരവധി ഇവിടെ ശ്രീജിത്ത്, വിനായകൻ, നിരവധി. നമ്മുടെ സിനിമാ നടൻ വിനായകനല്ല, തൃപ്രയാർ വിനായകൻ, അങ്ങനെ ഒപ്പം തന്നെ ചിലവർ ഇതിനെ ഉപയോഗപ്പെടുത്തില്ല. അത് രണ്ടാമത്തെ വിഷയം. നമുക്ക് ആദ്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയാം. ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടനയിലെ സംവരണം എന്ന ആനുകൂല്യം കിട്ടിയ കുറച്ചു പേരൊഴിച്ചാൽ സാമൂഹ്യമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി ഒക്കെ കേരളത്തിൽ ദളിത് സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തന്നെയാണ്. നമ്മൾ കോളനി എന്ന് പേര് മാറ്റി ഉന്നതി എന്നാക്കിയാലും ഉന്നതി കോളനിയൊക്കെ ഒന്ന് തന്നെയാണ്, പേര് ഉന്നതി എന്നാണ്. അതിലൊരു കാര്യമില്ല. ഇപ്പോഴും നമുക്ക് ദളിതരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ലൈഫ് തരാമെന്നാണ്. അത് ലൈഫ്ലെസ് ലൈഫാണ്. എവിടെയെങ്കിലും ഒരു കോളനിയിൽ വീണ്ടും ഇവരെ കൊണ്ട് കെട്ടി ഇടാനുള്ള. അപ്പോൾ കേരളം ഒരു കാലത്ത് നമ്മുടെ നവോത്ഥാനത്തിന് ശേഷമുള്ള ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ഏത് മേഖലയിലാണ് 10% വരുന്ന ദളിതരും 2-2.5% വരുന്ന ആദിവാസികളും കേരളത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളത് എന്നൊരു കണക്കെടുക്കാം. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിലെ വ്യാപാരത്തിൽ എന്താണ് ദളിതരുടെ പങ്ക്? SC വിഭാഗത്തിൻ്റെ പങ്ക്? കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്താണ് പങ്ക്? 4.25% പോലും ഇല്ലാത്ത നമ്പൂതിരിമാർക്ക് ഇവിടെ കോളേജുണ്ട്, സ്കൂളുണ്ട്, ആശുപത്രി ഉണ്ട്, മറ്റേ വലിയ സ്ഥാപനങ്ങളുണ്ട്. എന്തേ ഒരു ദളിതന് ഇത് വരാത്തത്? ഒരു ദളിതന്റെ പേരിൽ എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ എത്ര ചായക്കടയുണ്ട് ദളിതർക്ക്? ഞാൻ പറഞ്ഞു, തുണിക്കടയുണ്ട്, സ്വർണ്ണക്കട ഇല്ലല്ലോ. ഒന്നും ആലോചിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നേടി ഇത്ര കാലം കഴിഞ്ഞിട്ടും, ഐക്യ കേരളം കഴിഞ്ഞ് 50-70 വർഷം നമ്മൾ പിന്നിടുകയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്? അവിടെ തന്നെ വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരെ കൈവെട്ടും. ഒരു ദളിത് സ്കോളർ കേരളത്തിൽ ഇതൊരു വൈസ് ചാൻസലറായിട്ടില്ല. നമ്മൾ ആലോചിക്കാൻ പറ്റില്ല. മറ്റു പല സർവകലാശാലകളിലും ഉണ്ട്. ഇപ്പൊ കുഞ്ഞാമൻ സാറ്
ഡോക്ടർ കുഞ്ഞാമൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചാൽ എതിരെന്ന് പറയുന്നത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ അരിഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്വയം എന്തോ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണെന്നുള്ള അവരുടെ തന്നെ തെറ്റിദ്ധാരണയാണോ അവരെ അല്ല പങ്കില്ല മാഷെ, അവർക്ക് സാമൂഹ്യ സമ്പത്തിൽ പങ്കില്ല. നിങ്ങൾക്ക് സ്ഥാനം വേണ്ടേ? ഇപ്പൊ ഭൂമി ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാർ കിടക്കുന്നത് ദളിതര. എന്താ കാര്യം എന്നറിയാം? ഒരു കുറ്റക്കാരായതുകൊണ്ടല്ല. ഭൂപരിഷ്കരണമൊക്കെ ഒരു തട്ടിപ്പായിരുന്നു. ഭൂപരിഷ്കരണം തട്ടിപ്പ് എന്നല്ല, ഭൂപരിഷ്കരണം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. കൊയ്യുന്നതിൻ്റെ വയലില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ കൊയ്യാൻ ആളില്ലാതെ വന്നത്, മനസ്സിലേ? ഇപ്പൊ കൊയ്യാൻ ആളില്ല എന്നുള്ളതല്ലേ കൊയ്യുന്നതിൻ്റെ വയലയും. അപ്പൊ ഞാൻ പറഞ്ഞ ഭൂമി മുതൽ, ഭൂമി വളരെ പ്രധാനമാണ്. ഭൂമിയിൽ അവകാശം അവർക്ക് ഇപ്പൊ കേരളത്തിലെ ഭൂവുടമസ്ഥത എടുക്കൂ, പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ചോദിച്ച ചോദ്യം ക്ലിയർ ആണ്. കേരളത്തിലെ ഭൂ ഉടമസ്ഥതയും കേരളത്തിലെ ജനസംഖ്യയുടെ ആനുപാതികത എടുക്കും, ഞെട്ടിക്കുന്ന കണക്കായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. കാരണം ഓരോ ജാതിയുടെയും ഓരോ മതത്തിൻ്റെയും കയ്യിലുള്ള ഭൂമി എടുക്കുക ആളുകളുടെ, എന്നിട്ട് ഇവരുടെ കയ്യിലുള്ള ഭൂമി എടുക്കുക, താരതമ്യം ചെയ്യുക. ഇപ്പൊ 12% വരുന്ന ദളിത് ആദിവാസികളുടെ കയ്യിൽ 1% പോലും കൃഷിഭൂമി ഉണ്ടാവില്ല കേരളത്തിൽ, വ്യാപാര ഭൂമി ഉണ്ടാവില്ല. ആകെ അവരുടെ കുടിൽ വയ്ക്കാനുള്ള വീട് സ്ഥലം മാത്രമേ ഉണ്ടാവൂ. അതിപ്പോൾ ലൈഫായതുകൊണ്ട് ഭൂമിയില്ല, കെട്ടിടം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇത്തവണ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഈ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ കാര്യം, മുസ്ലിം ലീഗിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു സംഗതിയുണ്ട്. ഒരു മണ്ഡലത്തിൽ ഒരു ദളിത് വനിതയെ ജനറൽ മണ്ഡലത്തിൽ അവർ മത്സരിപ്പിച്ചു, കൂത്തുപറമ്പിൽ. അത് ഒരു പരാജയപ്പെടുന്ന മണ്ഡലമല്ലേ? അല്ല, പരാജയപ്പെടും ജയിക്കും എന്നുള്ളതല്ല, അത് ഏത് മണ്ഡലവും പരാജയപ്പെടും, ജയിക്കും നമുക്ക് പറയാറായിട്ടില്ല. എങ്കിൽ പോലും സണ്ണി കബിക്കാടിനെ വൈക്കത്ത് മത്സരിപ്പിച്ചില്ലല്ലോ, അതുപോലെയുള്ള ആളുകളെ ആരും മത്സരിപ്പിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് മത്സരിപ്പിക്കാത്ത? തോൽക്കുന്ന മണ്ഡലത്തിൽ മത്സരിപ്പിച്ചൂടെ? കോൺഗ്രസിന് ഇരട്ടത്താപ്പാണോ? കോൺഗ്രസിന്റെ അല്ല, എല്ലാവരുടെയും. CPM എന്താ ഇത്? കഴിഞ്ഞ ഇപ്പോഴത്തെ നിലവിലുള്ള മന്ത്രിസഭ നിങ്ങളൊന്നും എടുത്തേ, 10 നായർ മന്ത്രിമാരുണ്ട് അല്ലേ? അല്ല, അവര് പറയുന്നത് പൊതുവെ എങ്ങനെ ജാതി നോക്കാറില്ല. ഇല്ല, നോക്കേണ്ട. പക്ഷെ അതാണ് പ്രശ്നം. പണ്ട് ഈ രോഹിത് വെമുല എന്ന് പറഞ്ഞ ഇതുപോലെ നിതിൻ രാജിന്റെ പോലെ ഉള്ള ഒരാളാണല്ലോ രോഹിത് വെമുല. പ്രകാശ് കാരാട്ടിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങളുടെ PBയിൽ ഇതുവരെ ഒരു ദളിതർ വന്നില്ല? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? യോഗ്യരായ ആളുകൾ വന്നില്ല. യെസ്, അതാണ് കാര്യം. മെറിറ്റ്, നിങ്ങളുടെ മെറിറ്റ്. അതുകൊണ്ടാണ് മെറിറ്റിന് കൂടാതെ സംവരണം വേണമെന്ന് പറഞ്ഞത്. മെറിറ്റ് എന്ന് പറയുന്നത് ഇവർക്കില്ല. മെറിറ്റുള്ള ഒരു ദളിത് നേതാവ് ഇതുവരെ CPM വന്നില്ല പോളിറ്റ് ബ്യൂറോയിൽ വരാൻ. വൈ? എന്തുകൊണ്ട് വന്നില്ല? അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്. പ്രത്യേക അജണ്ട അവരുടെ അജണ്ട എന്നല്ല, നമ്മുടെ നാട്ടിന്റെ അജണ്ട അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു സമൂഹത്തിൽ മാറ്റം വരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം അയ്യങ്കാളിയോ മഹാത്മാ അയ്യങ്കാളിയോ ശ്രീനാരായണ ഗുരുദേവനോ അതുപോലുള്ള ആളുകളോ മാറ്റം വരുത്താനല്ലേ ശ്രമിച്ചത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ കണ്ണൂരിലെ ഇൻസിഡന്റിലേക്ക് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ജാതി തന്നെയാണ് കാരണം. ജാതി, വർണ്ണം പോലും അതിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അധ്യാപകയ്ക്കും ഒരു ജാതിവാലുണ്ട് അല്ലേ? അല്ല, ജാതിവാലുണ്ട്, ജാതിവാലില്ല എന്നുള്ളത് രണ്ടാമത്തെ. അത് ശരിക്കും ജാതിവാല. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ 2002 വരെ എൻ്റെ പേരിൽ നീലകണ്ഠൻ നമ്പൂതിരി ഉണ്ട്. ഞാൻ 2002 അത് ഉപേക്ഷിച്ചു. 24 വർഷം 25 വർഷം ആകുമ്പോൾ ഞാൻ ഉപേക്ഷിച്ചതാണ്. ഇതിന് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ദളിത് ആദിവാസി സമരങ്ങളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ്. അല്ല, ഇതിന് പലരും പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ജാതി മുഖാന്തരം ഒരു സംവരണം നേടുന്നില്ല, ഒരു ആനുകൂല്യം നേടുന്നില്ല. ആരും നേടുന്നില്ല. ജാതി 2000 വർഷത്തെ ആനുകൂല്യം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2000 വർഷത്തെ ആനുകൂല്യം, 2000 വർഷത്തെ ചരിത്രത്തിന്റെ ആനുകൂല്യമാണ് ഇവിടുത്തെ സംവരണത്തിന് ആനുകൂല്യം, സവർണർ പ്രിവിലേജ് കിട്ടുന്നത്. സംവരണത്തിന് ആനുകൂല്യം, സംവരണത്തിന് ഇനി കേരളം അതുകൂടി വന്ന തമാശയുണ്ട്. സവർണ സംവരണം നടപ്പാക്കിയ ഏക സംസ്ഥാനം കേരള. ദേവസ്വം ബോർഡ്, EWS. ദേവസ്വം ബോർഡ് സവർണന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? സംവരണം അങ്ങനെ. ഇപ്പൊ ഞാൻ പറയണത് സംവരണത്തിന് ദാരിദ്ര്യത്തിന്റെ ഒരു പശ്ചാത്തലം. ദാരിദ്ര്യം അല്ലാതെ ദാരിദ്ര്യം സംവരണത്തിന്റെ അടിസ്ഥാനമല്ല. സംവരണം ദാരിദ്ര്യം, അതോടെയാണ് പ്രശ്നം. നമ്മളിപ്പോഴും സംവരണത്തെ ദാരിദ്ര്യവുമായി ബന്ധപ്പെടുത്തിയല്ല കണ്ടത്. സംവരണം പൊളിറ്റിക്കൽ പവറാണ്, എക്കണോമിക് പവറാണ്. അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്ഥാനം. അടിസ്ഥാനപരമായി പൊസിഷൻ, നിങ്ങളുടെ സാമ്പത്തിക അധികാരം, അതിലേക്ക് നിങ്ങൾ എത്തിക്കണം. അതിലെത്തിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, കാലിയരയ്ക്കൽ ശതമാനം വരുന്ന നമ്പൂതിരിമാർക്ക് അതിൻ്റെ 50 ഇരട്ടി ജനസംഖ്യയുണ്ട് ദളിതർക്ക് കേരളത്തിൽ. ഇപ്പൊ കഴിഞ്ഞ 10 മന്ത്രിമാരുണ്ടായി, ഞാൻ പറഞ്ഞില്ലേ നായന്മാരെ.
ഒരു SC മന്ത്രി ഇല്ല ഇപ്പോ കേരളത്തിൽ. ഓർക്കേളു ST ആ 12% വരുന്ന SCക്ക് എന്താ ഈ 21 പേരിൽ ഒരാളെ മാറ്റി ഒരു SC മന്ത്രി വെച്ചൂടെ? രാധാകൃഷ്ണൻ പോയതിനു ശേഷം പിന്നെ SC മന്ത്രി ഇല്ല 2024 മുതൽ. ഞങ്ങൾ ജാതി നോക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജാതി നോക്കണം. പക്ഷേ ജാതി ഇവിടെ ഉണ്ട്. അതാണ് ചതി. ഇത് ഞങ്ങൾ ജാതിക്കൊക്കെ അപ്പുറത്തല്ല നിങ്ങൾ ഈ ജാതി സാമൂഹ്യ വ്യവസ്ഥയിലെ ജാതി ആധിപത്യത്തിന്റെ റെപ്രസെന്റേറ്റീവാണ് നിങ്ങൾ. ഞാൻ മാറ്റണ്ട. എന്തുകൊണ്ടാണ് എങ്ങനെയാ മാറുക? ഇതെങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈക്വൽ റെപ്രസെന്റേഷൻ കൊടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പൊതുമണ്ഡലങ്ങളിൽ SC-കാർ മത്സരിച്ച എന്താ കുഴപ്പം? സ്ത്രീകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. സ്ത്രീകൾക്ക് സംവരണം ഇല്ലെങ്കിൽ സ്ത്രീകൾ എത്ര പാർട്ടിക്കാരും നിർത്തൂലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വെക്കേണ്ടി വരുന്നത്. അപ്പൊ സംവരണം വരും. അതേപോലെ തന്നെയാണ്, ഇതൊരു ചരിത്രപരമായ നിഷേധമാണ്. അതുകൊണ്ട് സംവരണം എന്ന് പറയുന്നത് റൈറ്റാണ്, അത് ആരുടെ ഔദാര്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 1000-2000 വർഷങ്ങളായി ഒരു സമൂഹത്തിൽ പ്രിവിലേജ് കിട്ടിയിരുന്ന ആളുകളുണ്ട്. ഈ സാമൂഹ്യ പ്രിവിലേജിന് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സാമൂഹ്യ പ്രിവിലേജ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മനസ്സിലാവും. ഞാൻ ആ പ്രിവിലേജ് അനുഭവിച്ചിട്ടുള്ള ആളാണ്, എനിക്കറിയാം അങ്ങനത്തെ പ്രിവിലേജ് ഉണ്ട് ഇവിടെ. ആ പ്രിവിലേജ് മാറ്റി വെച്ചേ പറ്റൂ. ഇപ്പോൾ രോഹിത് വെമുലയിലേക്ക് തന്നെ തിരിച്ചു വരാം. നിതിൻ രാജിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ വളരെ ക്ലിയറാണ്. നിതിൻ രാജിൻ്റെ വിഷയത്തിൽ അവിടെ വലിയ അവഹേളനമാണ് ആ കുട്ടിക്കെതിരെ നടന്നത്. ആ കുട്ടിയെ കുടുംബത്തെ, അമ്മയുടെ രോഗത്തെ എല്ലാം അവഹേളിച്ച ഒരു സംഗതിയാണ്. പിന്നെ എന്താണ് ഒരു എന്തോ ഇപ്പോൾ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ അന്വേഷണം നടക്കുന്നത്. ലോൺ ആപ്പൊന്നും അല്ലല്ലോ വിഷയം. ലോൺ ആപ്പ് രണ്ടാമത്തെ വിഷയമല്ലേ. ഈ ലോൺ ആപ്പിന് എന്തുകൊണ്ട് പോണ്ടി വന്നു എന്നുള്ള വിഷയമുണ്ട്, അത് വേറെ സാമ്പത്തിക. ഈ രോഹിത് വെമുല പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് നേരിട്ട്. ഞാൻ രോഹിത് വെമുലയുടെ സംസാരിച്ചിട്ടുള്ള ആളാണ് ഹൈദരാബാദിൽ, വളരെ മുമ്പ്. അതിൻ്റെ ആത്മഹത്യ ഒന്നും അറിയില്ല, ആത്മഹത്യ എന്തിനോ 2-3 വർഷം മുമ്പാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മക്കൾ JNUവിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെ പറഞ്ഞു, സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ നിങ്ങളുടെ മക്കൾ JNUവിൽ പഠിക്കുന്ന പോലെയല്ല ഞങ്ങൾ JNUവിൽ പഠിക്കണേന്ന്. ഞാൻ പറഞ്ഞു എനിക്കത് വ്യത്യാസം മനസ്സിലായില്ല, എല്ലാവരും JNUവിൽ അല്ല. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ നിങ്ങളുടെ മക്കളുടെ ഗ്യാങ് ഏതായിരിക്കും? ഞാൻ ഉറപ്പായി പറയുന്നു അതിൽ സവർണരായിരിക്കും കൂടുതലുണ്ടാവുക. അല്ല, അതൊരു പൊതുബോധമല്ല. ഇപ്പൊ സമ്പത്തുള്ളവരല്ല, ജാതീയമായി. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇപ്പൊ ഈ സവർണനിൽ ദരിദ്രനുണ്ടെങ്കിലും അവർ പരസ്പരം സഹായിക്കും. ഈ ദളിതരിൽ കൂട്ടായ്മ ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം അവർക്ക് പരസ്പരം സഹായിക്കാൻ പൈസ ഇല്ല. ഇവൻ പറയുന്നത്, രമേശ് പറയുന്നത്, എനിക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ്, റംസൻ ഗ്രാൻഡ്, ഇവിടുത്തെ ഹോസ്റ്റൽ ചെലവ് കഴിച്ച്, എൻ്റെ പഠിപ്പിൻ്റെ ചെലവ് കഴിച്ച് ഒരു ചെറിയ പങ്ക് ഞാൻ എൻ്റെ അനിയന് പഠിക്കാൻ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് എൻ്റെ മകൾക്കതില്ല. എൻ്റെ മകൾക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പൈസ അയച്ചു കൊടുത്തില്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ പൈസ ഉള്ളവരാണ്, അവർ സഹായിക്കും. ഇവൾ അങ്ങോട്ട് സഹായിക്കും. ഇവള് പലപ്പോഴും എൻ്റെ പൈസ മേടിക്കുന്നത് എന്തിനാ വെച്ചാൽ എൻ്റെ 2 ഫ്രണ്ട്സിന് പരീക്ഷയ്ക്ക് ഫീസ് കിട്ടിയിട്ടില്ല, അച്ഛാ ഒരു 5000 രൂപ വേണം. നമ്മൾ തൽക്കാലം ഉള്ളതുകൊണ്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സിന് കൊടുക്കും. ഈ ഫ്രണ്ട്സ് 90% ദളിതരൊന്നും ആയിരിക്കില്ല, കാരണം ഇവളുടെ അങ്ങനത്തെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നതെന്ന് അറിയണമെങ്കിൽ, അതാ ഞാൻ പറയാം കുഞ്ഞാമൻ്റെ കാര്യം. കുഞ്ഞാമനോളം എഫിഷ്യൻ്റായ ഒരു എക്കണോമിസ്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കുഞ്ഞാമൻ ഒരിക്കലും ഒരു വൈസ് ചാൻസലർ ആയില്ല, ഒന്നും ആയില്ല. അതിന് കാരണം ഈ പ്രിവിലേജാണ്. അപ്പോൾ അതുകൊണ്ട് നിധിൻ്റെ കേസ് അത് വണ്ടിപ്പെരിയാർ കേസ് പോലെ, വാളയാർ കേസ് പോലെ നമുക്കൊക്കെ ഇത് തീറ്റി പറയാം. അല്ലെങ്കിൽ കെവിൻ്റെ കേസ് പോലെ ഇതും തേഞ്ഞു മാഞ്ഞു പോകാനാണ് എൻ്റെ കണക്കിൽ സാധ്യത. ഇപ്പം മധു കേസ് ഒരു ഘട്ടത്തിൽ തേഞ്ഞുമായി പോയ കേസാണ്. 30 സാക്ഷികൾ കൂറുമാറിയ കേസാണ്. ഞങ്ങളൊക്കെ അതിൽ ഇടപെട്ട ഒരാളാണ്. അങ്ങനെ ഇടപെട്ടിട്ടാണ് കേസ് തിരിച്ചു കൊണ്ടുവന്നത്, വലിയ സമരവും ബഹളവും നടത്തിയിട്ട്. ഇപ്പം തൽക്കാലമെങ്കിലും കുറച്ച് ശിക്ഷ അവർക്ക് കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ അതിൻ്റെ ഹൈക്കോടതി അപ്പീൽ കഴിഞ്ഞിരിക്കുകയാണ്. തൽക്കാലമെങ്കിലും കുറച്ച് ശിക്ഷ അവർക്ക് കിട്ടിയിട്ടുള്ളത് അന്നത്തെ വലിയ ഇടപെടൽക്കാരനാണ്. അല്ലെങ്കിൽ അവർ പോയേനെ, പ്രതികൾ പോയേനെ. ബാക്കി ആ വണ്ടിപ്പെരിയാർ കേസിൽ പോയില്ലേ, വാളയാർ കേസിൽ പോയി. ഇവിടെ വീടിൻ്റെ ഇപ്പോൾ പ്രതികളില്ല. ആരെങ്കിലും ഒക്കെ കുറ്റവാളികൾ എഴുതി പോകും. അപ്പോൾ കേസ് തീരും. കെവിൻ്റെ കേസിൽ എന്താണ്ട് ഒന്നുമില്ല, ആരെങ്കിലും ഒരാളെ എവിടെയോടൊക്കെ പിടിക്കും, ഇത്രേ ഉള്ളൂ. അത് ദളിതർക്കെതിരായ കേസും ആദിവാസിക്കെതിരായ കേസും സ്ത്രീകൾക്കെതിരായ കേസും ഇത് തന്നെയാണ് സ്ഥിതി. 99% സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ഇങ്ങനെയാണ്. അതിപ്പോൾ ബിഷപ്പ് ചെയ്താലും, സിനിമാ നടൻ ചെയ്താലും, അല്ലെങ്കിൽ വേറൊരുത്തം ചെയ്താലും, സ്ഥാനമാനമുള്ള ആര് ചെയ്താലും പോകും. ഇതാണ് അവസ്ഥ.